പ്രതീക്ഷകളുടെ നഗരം, ഓരോ മനുഷ്യൻ്റെയും സ്വപ്നങ്ങൾ പൂവണിയിച്ച 1000 പ്രവാസികൾക്ക് ജീവിതവും പ്രതീക്ഷകളും ഒക്കെ നൽകിയ നാട് എന്നൊക്കെയാണല്ലോ ദുബായിനെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. അധ്വാനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന നാട് എന്നൊക്കെയാണല്ലോ സിനിമാ ഡയലോഗ്. ഏതായാലും ഏത് പുതിയ നാട്ടിൽ ചെന്നാലും നമുക്ക് അവിടെ ഒരു പുതിയ ലോകവും പുതിയ ജീവിതവും പുതിയ കുറേ കാഴ്ചകളും കാണും. ഞാൻ ഇറങ്ങുന്ന ഫ്ലൈറ്റ് പറഞ്ഞു വെച്ച പോലെ എൻ്റെ വ്ലോഗിലേക്ക് ലാൻഡ് ചെയ്യാൻ മാത്രമായിട്ട് ഓരോ ഫ്ലൈറ്റ് കൊണ്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങി, ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി ഷാർജയിലേക്ക് പോകുന്നു. ഇവിടെ ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്ന കണ്ടപ്പം എനിക്കും ആരെങ്കിലും ഫ്ലവറുമായി വന്നിട്ടൊന്ന് ആഗ്രഹിച്ച് തീർന്നില്ല. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി എത്തിക്കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു പോസ്റ്റ് കിട്ടി, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ടൈം പറച്ചിൽ മാറിപ്പോയതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട്. ആളുമായ ഇപ്പോൾ വ്ളോഗൊന്നും ചെയ്യാറില്ല എന്നൊരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ദുബായിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. ആളുടെ കൂടെ ആളുടെ ഫിയാൻസി ഉണ്ടായിരുന്നു, ഡിബിൻ ബ്രോ. അപ്പോൾ അവർ രണ്ടുപേരുമാണ് എന്നെ കൂട്ടാൻ വന്നത്. വുമൻസ് ഡേക്ക് ഞാനെടുത്തൊരു സാഹസികതയും അതിൽ ചുറ്റിലുണ്ടായ കഥകളും ഇവിടെ വരാനുള്ള സ്റ്റോറികളും എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഡയലോഗൊക്കെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു. വെറും ഒരു യൂട്യൂബ് വീഡിയോയുടെ സൈഡിലിട്ട കമന്റിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നാ ഇപ്പം വ്ളോഗൊന്നും ചെയ്യാത്തെന്നൊരൊറ്റ ക്വസ്റ്റ്യൻ, അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എൻ്റെ മായമോളെ, ഞാൻ ഇവിടെ ആടുന്നു. സീരിയസ്ലി ഞാനെന്തോ ചേർത്തലയിൽ പോകുന്ന പോലെ ഒരു ആവേശത്തിന് കയറി പോകുന്ന. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ അന്നമ്മയോട് പറഞ്ഞു, എടി ഞാൻ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ട് എനിക്ക് എങ്ങോട്ട് വരണ്ടെന്ന് അറിയില്ല, ദുബായ് മുക്കിലേക്ക് പോകുന്ന ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് വെച്ചേട്ടോ. എനിക്ക് 2 കൂട്ടുകാരുണ്ട്, ഞാനും ഒരു എവിടെയാണെന്ന് എനിക്കറിയില്ല, ദുബായിലാണെന്ന് അറിയാം. പിന്നെ വ്ളോഗർ ആയതുകൊണ്ട് സീരിയസ് അല്ല, ഇപ്പൊ മരുഭൂമിയിൽ ആണല്ലോ അല്ലേ, അതങ്ങ് അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഒരു ലോഡ് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാനും വന്നിറങ്ങി കേട്ടോ ഈ നാട്ടിൽ. ഒരു പ്രത്യേക ഭംഗി തോന്നി, ശാന്തമായ ഒരു സൂര്യാസ്തമയം. ഇവിടെ ഇപ്പോൾ ഭയങ്കര ശാന്തതയാട്ടോ. നോമ്പ് തുറക്കാറായിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യമായിട്ട് പോയത് ഈ സുനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാട്ടോ. അവിടെ നിന്ന് വെട്ട് കേക്ക്. അതിനുശേഷം അവർ തന്നെ വാങ്ങിച്ചു തന്ന നെയ്ച്ചോറും ബീഫും ഒക്കെ ആയിട്ട് ഞാൻ റൂമിലേക്ക്. ഇവിടെ വരുന്ന എന്നിട്ട് ഫസ്റ്റ് ഇഫ്താറിന് ആരോ കൊണ്ട് തന്ന അടുത്ത വീട്ടിലെ കുട്ടി. അതായത് ഇതാണ് എൻ്റെ അമ്മ.